ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഈന്തപ്പന കായ്ച്ചതായി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമുക്കും ഒരു തൈ ഉണ്ടാക്കി ഇതൊന്ന് നട്ടു നോക്കിയാലോ. ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ടിഷ്യൂ പേപ്പർ അത് പയ്യെ വെച്ചൊന്ന് നനച്ച് അതിനകത്തേക്ക് ഈ കുരു പൊതിഞ്ഞ് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഡബ്ബ അടച്ച് എവിടെയെങ്കിലും അനക്കാതെ ഇത് വയ്ക്കുക. ഏകദേശം 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മുടെ കുരുവെല്ലാം മുളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഈ മുളച്ച കുരുവിനെ നമുക്ക് ഒരു ചെറിയ ചട്ടിയിലേക്ക് നട്ടുവയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയ ഇതുപോലത്തെ ഒരു കൂടെടുത്തിട്ട് അത് നനച്ചിട്ട് ഇതുപോലെ മുകളിലേക്ക് കവർ ചെയ്ത് കെട്ടിവെക്കുക. അതിനകത്ത് എപ്പോഴും ഈർപ്പം നിന്ന് ഈ തൈ നന്നായിട്ട് മുളച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ കൂടിനകത്തോടെ നോക്കുമ്പോൾ കാണാം ഇതിങ്ങനെ പയ്യെ പയ്യെ മുളച്ച് വരുന്നത്. രണ്ട് 3 ആഴ്ച കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഇലകൾ വന്നു തുടങ്ങും. കിളുത്ത് ഇലയൊക്കെ വന്ന് നടാൻ പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്കും ഇതുപോലെ ഈന്തപ്പഴത്തിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.